ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ. ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും. സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൈരളിസ് പോഗോ ഗ്രിൽ നിയർ ലുബ്ന തിയേറ്റർ, മഞ്ചേരി റോഡ്, വണ്ടൂർ. ഇടതടവില്ലാതെ പെയ്ത കനത്ത മഴയിൽ വണ്ടൂർ മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. തോടുകളും പുഴകളും കരകവിഞ്ഞാണ് കൃഷിസ്ഥലങ്ങളിലേക്കും റോഡുകളിലേക്കും വെള്ളം എത്തിയത്. ഏതാനും ചില വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഇന്ന് രാവിലെ വരെ ഇടവേളകളില്ലാത്ത മഴയാണ് മേഖലയിലുണ്ടായത്. വണ്ടൂർ ടൗണിൽ ബൈപ്പാസ് റോഡിലെ സിയന്ന ഓഡിറ്റോറിയത്തിന് സമീപം വയലും തോടും ഒന്നായി. ബൈപ്പാസ് റോഡിൽ നിന്ന് മരക്കലം കുന്നിലേക്കുള്ള റോഡ് വെള്ളത്തിൽ മുങ്ങി. കുറ്റിയിൽ നിന്നും പഴയ വാണിയമ്പലത്തേക്കുള്ള റോഡും തോട് കരകവിഞ്ഞ് വെള്ളത്തിനടിയിലായി. കോക്കാടൻ കുന്ന് മേഖലയിലും സമാന അവസ്ഥയായിരുന്നു. ഇവിടെയും തോടും പാടവും നിറഞ്ഞ് വെള്ളം റോഡിലൂടെ ഒഴുകി. വണ്ടൂർ കാളിക്കാവ് റോഡിൽ വാണിയമ്പലം ടൗണിലെ പെട്രോൾ പമ്പിന് സമീപവും വെള്ളക്കെട്ടുണ്ടായി. വണ്ടൂർ കാഞ്ഞിരംപാടത്തെ മച്ചിങ്ങാപ്പൊയിൽ കൂരൂട്ടി പ്രദേശത്തും വെള്ളം കയറി. കുതിരപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ഇവിടെ നിലവിൽ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല. 2018-ലും 2019-ലും വീടുകൾ വെള്ളത്തിൽ മുങ്ങിയ പ്രദേശമാണിത്. ഇതിനാൽ തന്നെ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുമെന്ന് വണ്ടൂർ വില്ലേജ് ഓഫീസർ പറഞ്ഞു. നിലവിൽ അടിയന്തര സാഹചര്യമില്ല. മഴ വീണ്ടും ശക്തമാവുകയാണെങ്കിൽ കാപ്പിൽ SB-UP സ്കൂളിലും കുരൂട്ടിയിലെ മാർത്തോമ പള്ളിയിലും താൽക്കാലിക ക്യാമ്പ് തുടങ്ങും. വണ്ടൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. മരക്കലം കുന്നുവാടിൽ വയലുകളോട് ചേർന്ന് നിൽക്കുന്ന വീടുകളുടെ തറയോടൊപ്പം വെള്ളമെത്തി. പ്രദേശത്തിലൂടെ ഒഴുകുന്ന വലിയ തോടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് വയലിലേക്ക് വെള്ളമൊഴുകിയതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. മാലിന്യം കെട്ടിക്കിടക്കുന്നതാണ് തോടിന്റെ സംരക്ഷണ ഭിത്തി തകരാൻ കാരണമെന്നും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തേക്കിറങ്ങാൻ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നമ്മളെ മഴ കൂടുതൽ വന്ന കാരണം കൊണ്ട് നമ്മളെ മേലല്ല കാരക്കാവറമ്പ് വഴിയിൽ വരുന്ന തോട് പൊട്ടിങ്ങാണ്ട് വീടുകൾക്കൂടെയാണ് വെള്ളം. ഇനിയും കൂടി ഇങ്ങനെ കുറച്ചുകൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വീടുകൾ കൂടെ ഒക്കെ വെള്ളം കയറി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കോലം. അപ്പോൾ കുട്ടികൾക്കും ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ കിണറ്റിന് ഇതിലെ വെള്ളങ്ങളും ബാത്റൂമൊക്കെ വെള്ളമൊക്കെ ഒന്നായി കാണാൻ നിൽക്കുന്നത്. വെള്ളം പോകാനുള്ളൊരു സജ്ജീകരണ കാര്യങ്ങൾ ഇവിടെ ഇല്ല. ഈ പുല്ലറമ്പ് ഈ താഴത്തുള്ള വീടുകളാണ് ഈ നിൽക്കുന്നത്. നമ്മളെ വീടുകളൊക്കെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. തോട് പൊട്ടിയിരിക്കുന്നത്. തോട് ഇത്രയും കാലമായിട്ട് പഞ്ചായത്തിന് മുന്നേ നമുക്ക് ഇതിന്റെ മുന്നേ നമ്മൾ മഴന്റെ മുന്നേ തന്നെ പറഞ്ഞിട്ടും അതിന്റെ കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല. ഒരു കറക്റ്റായിട്ട് ചപ്പ് ചമുറയിൽ കെട്ടിക്കിടന്നിട്ടാണ് തോട് പൊട്ടാൻ കാരണം. അതുകൊണ്ട് ഈ വെള്ളത്തിനുള്ള ഒരു കാര്യങ്ങളെന്തെങ്കിലും ചെയ്തുകാണ്ട് പഞ്ചായത്തും കാര്യപ്പെട്ട ഓഫീസർമാരും കൂടിക്കാണ്ട് നമുക്കൊന്ന് ഉപകാരം ചെയ്തു തരണം എന്നില്ലാണ് നമുക്ക് ഈ നാട്ടുകാർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളോട്. അല്ലാതെ ഞങ്ങളോട് ദേഷ്യപ്പെടാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നുമല്ല. ഈ ഭാഗത്തെ റോഡുകളിലേക്ക് വെള്ളമെത്തി തോട് പോലെയായിട്ടുണ്ട്. ഇത് തോടല്ല, ഇത് റോഡാണ്. കോൺക്രീറ്റ് ഇട്ട റോഡാണ്. ഈ തോട് ആ അരുകൂടെ തോട് പോകുന്നുണ്ട്. അതിന്റെ അടിയിൽ കൂടെ കെട്ടിന്റെ അടിയിൽ കൂടെ വെള്ളം വന്നിട്ടാണ് ഇപ്പൊ ഈ ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നമുക്ക് ആരും കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ഇവിടുന്ന് ഏറ്റി കൊണ്ടുപോകേണ്ടി വരും. വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ട് ഏറ്റി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന് അധികൃതരൊന്ന് വന്ന് നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരപ്പെടും. പോരൂർ പഞ്ചായത്തിൽ കാക്കാത്തോട് കരകവിഞ്ഞൊഴുകി. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ചാത്തങ്ങോട്ടുപുറം, താലപ്പൊലിപ്പറമ്പ്, മുണ്ടത്തോട്ടിങ്ങൽ, ഗിരീശന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു വീണ് ഭീഷണിയായിട്ടുണ്ട്. തിരുവാലി പഞ്ചായത്തിലും തോടുകൾ കരകവിഞ്ഞൊഴുകി. മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉച്ചയോടെ മേഖലയിൽ മഴ മാറി നിന്നതോടെ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മരങ്ങൾ വീണും മറ്റും ഇന്നലെയും ഇന്നും വീണ്ടും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു. KSEB ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൈദ്യുതി തൂണുകൾ പുനഃസ്ഥാപിച്ച് മേഖലയിലെ ലോ ഹൈ ടെൻഷൻ വൈദ്യുതി ലൈനുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നുണ്ട്. എന്നാൽ വണ്ടൂർ 33 kV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈനുകളിലേക്ക് കമുകുകളും മറ്റും വീണത് കാരണം ഇടയ്ക്കിടെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നുണ്ട്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷർഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.